നമസ്കാരം. ഇന്നലെ യുഎസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് നെഗറ്റീവിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഓൾ ടൈം ഹൈയിലായിരുന്നു മിക്ക ഇൻഡീസസുകളും. അവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതാണ്. ഡൗ ജോൺസ് 0.52%, S&P 500 0.28%, നാസ്ഡാക്ക് 0.08% മൈനസിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അടുത്ത ക്വാർട്ടർ റിസൾട്ടുകൾ വന്നു തുടങ്ങി. ആദ്യമായിട്ട് TCS ആണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. TCSന്റെ റിസൾട്ട് ഏതാണ്ട് അനലിസ്റ്റിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചാണ് വന്നേക്കുന്നത്. റവന്യൂ ഏതാണ്ട് 3% ഇൻക്രീസ് ചെയ്തു. ഇയർ ഓൺ ഇയർ കാര്യമായി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോയപ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ആണ് അല്പം പ്രോഫിറ്റുകളിലൊക്കെ ഇഷ്യൂ വന്നത്. TCS AI റിലേറ്റഡ് ബിസിനസ്സിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാർത്തയുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഓർഡർ ബുക്ക് ആണ് എന്നാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ അനൗൺസ്മെന്റ്. എന്നാൽ പ്രതീക്ഷിത അത്ര രീതിയിൽ കമ്പനിക്ക് ഈ ക്വാർട്ടറിൽ പ്രോഫിറ്റ് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനമായിട്ടും ഈ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ്, H1B വിസ, അതുപോലെ TCSനുണ്ടായ ജീവനക്കാരുടെ പിരിച്ചുവിടൽ, അമേരിക്കയിലെ രൂപയുടെ പ്രത്യാഘാതങ്ങൾ, അതൊക്കെയാണ് അവർ റീസൺ ആയിട്ട് പ്രധാനമായിട്ട് പറയുന്നത്. അതുകൂടാതെ വന്ന റിസൾട്ടുകളിൽ GM ബെവറീസിന്റെ റിസൾട്ട് വളരെ നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ പൈസ, ടാറ്റ ELX എന്നിവ മാർക്കറ്റിനെ നിരാശപ്പെടുത്തി എന്ന് വേണം പറയാനായിട്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെയും ബയേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ മോഡി അമേരിക്കൻ പ്രസിഡന്റിനെ ഗാസ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു. അക്കൂട്ടത്തിൽ ട്രേഡ് ഡീല് നെഗോസിയേഷൻ ചില കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറയുന്നു. പക്ഷേ എന്തിലൊക്കെയാണ് എന്നുള്ള രീതിയിലൊന്നും വ്യക്തത വന്നിട്ടില്ല. എന്നാൽ UK-യുമായിട്ട് ഇന്ത്യ ട്രേഡ് ഡീല് ഇന്നലെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് ഡിഫൻസ് മിസൈൽ സപ്ലൈ ചെയ്യാനുള്ള ഏതാണ്ട് $468 മില്യൺ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ €250 മില്യൺ ഒരു എഗ്രിമെന്റ്, അതായത് ഇലക്ട്രിക് പവർ എഞ്ചിൻ ഷിപ്പുകൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റും സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പല യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിൽ തുടങ്ങുന്നു. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇനി ഇസ്രായേൽ ഗാസ ഒരു സമാധാന ഉടമ്പടിയിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഒപ്പിട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഒരല്പം കുറയാനിടയാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ത്യയിൽ ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ഏതാണ്ട് 3.6% അപ്പാണ് എന്ന തരത്തിൽ RBIയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. LGയുടെ IPO ഏതാണ്ട് 4 ലക്ഷം കോടി രൂപ കടന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇനി ടാറ്റ മോട്ടോഴ്സ് ഡീമർജ് ചെയ്ത പോലെ എമ്മാനം അവരുടെ ഓട്ടോ സെക്ടറും ട്രാക്ടർ സെക്ടറും ഡീമർജ് ചെയ്യാൻ അത്തരത്തിലൊരു പ്ലാൻ ഇല്ല എന്ന തരത്തിലെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ എമാൻഡമിന്റെ പ്രൊഡക്ഷൻ വർദ്ധിച്ചിട്ടുണ്ട് 13%. അതുപോലെ തന്നെ സെയിൽസും അതുപോലെ കൂടിയിട്ടുണ്ടെന്ന് കമ്പനി പറയുന്നുണ്ട്. ഇതൊക്കെയാണ് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്നലെ മെറ്റൽ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മെറ്റൽ സ്റ്റോക്കിലെ ചില വലിയ മൈനുകളിൽ നിന്നുള്ള സപ്ലൈ കുറഞ്ഞതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുപോലെ US ജനറിക് മെഡിസിന് അവർ താരിഫ് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ ഫാർമ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പൊസിഷൻ ഇപ്പോഴും ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. മാർക്കറ്റ് ഒരല്പം ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. 25,240 മുകളിൽ ഒരു ക്ലോസിംഗ് കിട്ടിയാലാണ് മാർക്കറ്റ് കുറച്ചുകൂടെ ഒരു അപ്സൈഡിലേക്ക് ഇനി പോകുക. ആ ലെവൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. 25,000 ലെവലാണ് ഈ റേഞ്ചിൽ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്നും റിസൾട്ടുകൾ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില കമ്പനികളുടെ റിസൾട്ട് ഒന്നും ഇന്ന് അനൗൺസ് ചെയ്യുന്നില്ല. മറ്റ് ന്യൂസുകളും ഇന്ന് മാർക്കറ്റിലില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.